ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് ഗുലാബ് ജാമുൻ. ആർക്കാണ് ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തതല്ലേ? തന്നെയല്ല, ഇതിനോട് 1-2 പേര് റിക്വസ്റ്റ് ചെയ്തതുമാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന റെസിപ്പി ഗുലാബ് ജാമുനാണ്. കൂട്ടുകാർക്കെല്ലാം മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഓർപ്പിക്കാറുള്ളത് പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആദ്യമേ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി വെക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നാരങ്ങാ നീരൊഴിക്കാം. അതുപോലെ തന്നെ സാഫ്രൻ്റെ കുങ്കുമപ്പൂവിൻ്റെ സ്ട്രാൻസ് വേണമെങ്കിൽ ഇടാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിനകത്തേക്കൊരു ഏലക്കയാണ് ഇടുന്നത്. അതിന് ഫ്ലേവർ ഇറങ്ങിയിട്ട് നമുക്കത് വേണമെങ്കിൽ എടുത്ത് കളയാം. തിളയ്ക്കാൻ വെക്കാം. ചെറുതായിട്ടൊരു സ്റ്റിക്കി ഇതാകുന്നതും വരെ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഈ ഷുഗർ ഇങ്ങനെ അലിഞ്ഞ് അത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ തീ ഒന്ന് കുറച്ചുകൂടെ കുറച്ചതിന് ശേഷം ഒരു 7 to 10 മിനിറ്റ്സ് ഒന്ന് ചെറിയ തീയിൽ അങ്ങനെ ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് വരും. അത്രയും മതി. ഇതിപ്പോൾ സിമ്മിലിട്ടിരുന്നതാണ്. ഇതിപ്പം തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്തിടുകയാണ്. ഇതിനുള്ള ഡോ തയ്യാറാക്കാനായിട്ട് പാൽപ്പൊടി, ഇതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലവർ, മൈദപ്പൊടി ചേർത്താലും മതി. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടാം. ഇതിലേക്ക് 1 നുള്ളുപ്പ്. എന്നിട്ട് ഇത് നമുക്ക് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. അതിലേക്ക് നമുക്ക് ഉരുക്കിയ നെയ്യാണിത്. നല്ല സ്വാദാകും നെയ്യൂടെ ചേർത്താൽ. ഗുലാബ് ജാമുൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചപ്പാത്തി മാട്ടയൊന്നും കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കാൻ പാടില്ല. ഫിംഗർ ടിപ്സ് കൊണ്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പം നെയ്യെല്ലാം നന്നായിട്ട് ഇത് ചെയ്തു. ഇനി നമ്മൾ പാലൊഴിക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ കണക്ക് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഒന്നിച്ചൊഴിക്കാൻ പാടില്ല. പതുക്കെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൂം ടെമ്പറേച്ചറുള്ള പാൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യമനുസരിച്ച് മാത്രം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് കുഴയ്ക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇത് കട്ട പിടിപ്പിക്കരുത്. അതിന് പകരം നമ്മളുടെ ഈ പാമ്പിൻ്റെ നമ്മുടെ കൈയുടെ ഈ ഭാഗം കൊണ്ട് നമ്മളിങ്ങനെ എന്താ പരത്തി അത് നമ്മളൊഴിച്ച പാല് തിരുമ്മി അങ്ങനെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ തിരുമ്മി ഇപ്പോൾ നല്ല പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടിത്. അപ്പോൾ ഇതിനി നമ്മളൊരു ഈ ഒറ്റ ലംബായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഉരുട്ടി വെച്ചേക്കാം. ആട്ടയിട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ചതങ്ങ് പരുവാക്കരുത്. ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്കിത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നാൽ ഇതിങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേനത് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ചെറുതായിട്ട് ഉരുളയാക്കി നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉണങ്ങിപ്പോകാതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വറുക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കാം. ഇതാ കണ്ടോ, എണ്ണ ചൂടായിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ മുട്ടാതൊന്ന് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറിലാക്കി എടുത്താൽ മതി. ഇങ്ങനെ മുങ്ങിക്കിടക്കുവാണെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീയെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. എങ്കിലേ അകവും ഒരുപോലെ വേഗത്തുള്ളൂ. ഇതിപ്പം മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കതിഞ്ഞെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തംസ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ ഈ ജാമുനെല്ലാം വറുത്തെടുത്തു. ഇനി നമുക്കത് ഷുഗർ സിറപ്പിലേക്ക് ചേർക്കാം. ഞാൻ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ കളറ്. അപ്പം അത് നല്ലതാണ്. കാര്യം ഇത് സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു കളറും കിട്ടും. നമുക്ക് വൈറ്റ് ഷുഗർ യൂസ് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ ജാമുൻ അങ്ങിട്ട് കൊടുക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും ഇതിനകത്ത് കിടക്കണം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്തെല്ലാം മുങ്ങിക്കിടക്കത്തക്കവണ്ണം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഷുഗർ സിറപ്പ് അതിനുള്ളിലേക്ക് കയറുന്ന മുറയ്ക്ക് അത് ഉള്ളിലേക്ക് വെള്ളത്തിനകത്തേക്ക് താഴ്ന്നു കിടന്നോളൂ. അപ്പം വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. നിങ്ങളത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാനെത്തും. Till then, I am signing off and you stay safe.